ഹലോ എവരിവൺ. അപ്പോൾ എല്ലാവർക്കും ദ എഞ്ചിനീയേഴ്സ് ചോയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇന്ന് കീമിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. നോക്കിക്കോണം, എന്താണ് കീം 2025 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണിത്. 2025 ഏപ്രിൽ 23 മുതൽ 29 വരെ, അതായത് ഇന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് അല്ലേ, ഇന്ന് വരെ നടന്ന കീം എക്സാമിൻ്റെ എവിടെയൊക്കെ നടന്നത്? ഡൽഹി, ചെന്നൈ, ബംഗളൂരു, മുംബൈ, ദുബായ് എന്നിവിടങ്ങളിലും 2025-26 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലെ കമ്പ്യൂട്ടർ അധിഷ്ഠിത പ്രവേശന പരീക്ഷയുടെ ആൻസർ കീ ഇപ്പോൾ സിയുടെ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ ആൻസർ കീയിലെ ചോദ്യങ്ങൾ എന്നിവ സംബന്ധിച്ച വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അപ്പീലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ 3/5/2025 വരെ 5 PM വരെ ഓരോ ചോദ്യത്തിനും 200 രൂപ ഓൺലൈനായി ഒടുക്കി കാൻഡിഡേറ്റ് പോർട്ടലിലൂടെ പരാതികൾ സമർപ്പിക്കാവുന്നതാണ്. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ കീയിൽ എന്തെങ്കിലും അപാകതകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ 200 രൂപ വെച്ച് മുടക്കിയാൽ നിങ്ങൾക്ക് ആ പരാതി നമുക്ക് സമർപ്പിക്കാനായിട്ട് കഴിയുമെന്നാണ് പറയുന്നത്. കാൻഡിഡേറ്റ് പോർട്ടലിലെ ആൻസർ കീ ചലഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങളുടെ പോർട്ടലിൽ വന്നിട്ടുണ്ടാവും. അത് എഞ്ചിനീയറിങ്ങിനും വന്നിട്ടുണ്ട്, ഫാർമസിക്കും വന്നിട്ടുണ്ട്. ഈ ലിങ്കുകളിൽ ഏതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സമർപ്പിച്ച പരാതി ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ ചോദ്യത്തിനടച്ച ഫീസ് തിരികെ നൽകുന്നതാണ്. 200 രൂപ പോയെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾക്ക് അത്രയ്ക്ക് ഉറപ്പുള്ള കാര്യമാണെങ്കിൽ നിങ്ങളുടെ ക്യാഷ് 200 രൂപ കൊടുത്തത് നിങ്ങൾക്ക് തിരിച്ചു തരും എന്ന് പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾ ഓൺലൈൻ അപേക്ഷയിൽ നൽകിയിരുന്ന അക്കൗണ്ട് നമ്പറിലേക്കും റീഫണ്ട് നൽകുന്നത്. അതായത് ഓൺലൈൻ അപേക്ഷയിൽ നിങ്ങൾ ഏത് നമ്പറാണോ കൊടുത്തത് അതിലേക്കായിരിക്കും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുക, ഇഫ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന അപ്പീൽ എന്ന് പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ. നിശ്ചിത സമയത്തിനുള്ളിലും ഫീസ് ഒടുക്കാത്തതുമായ പരാതികൾ സ്വീകരിക്കുന്നതല്ല. നിങ്ങൾക്ക് പരാതി കൊടുക്കാം, പക്ഷേ ഫീസ് അടച്ചില്ലെങ്കിൽ ആ പരാതി അവർ സ്വീകരിക്കുകയില്ല. തപാലിലൂടെയോ ഇമെയിൽ മുഖേനയോ നേരിട്ടോ ലഭിക്കുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങളുടെ കീമിൻ്റെ ആൻസർ കീ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക് യു.